വെൽക്കം ബാക്ക് ടു എജുപോഡ്. ജൻ ജൻ കാ ചേര ഏക് എന്ന് പറഞ്ഞ നമ്മുടെ ചാപ്റ്ററിലിടാ. അത് വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല, പക്ഷേ നമുക്ക് ആ എക്സാമിന് വരും, അത് നമുക്ക് പഠിക്കേണ്ടേ. പക്ഷെ കവിതയാടാ, നിങ്ങൾ സേഫ് ആണ്. ടിപ്പണി മാത്രം പഠിച്ചാൽ മതി, ആ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സെറ്റാണ്. യെസ്, അപ്പം നമുക്ക് പഠിക്കാല്ലേ, എങ്ങനെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ടിപ്പണി പഠിച്ചോ, ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും നമുക്ക് മേടിച്ചെടുക്കാൻ നോക്കാം. യെസ്, ഇതങ്ങ് പഠിച്ചോ, ഇതങ്ങ് എടുത്തോ മക്കളെ, ഇതങ്ങ് പഠിക്കടാ. യെസ്, ഈ ചാപ്റ്റർ സെറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം കവിത ആയതുകൊണ്ട് ടിപ്പണി ചോദിക്കും, ഉറപ്പാണ്. തന്നെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതുപോലെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഈ രീതിയിലാണ് കവിതയിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറുള്ളത് അല്ലേ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിക്ക് പകരം എന്താ, ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറയാം. ദെൻ മുഴുവൻ മാർക്ക് നമ്മൾ മേടിച്ചെടുക്കും അല്ലേ. അപ്പൊ നോക്കടാ, സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കറിയാലോ, എപ്പോഴും മിസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയാറുള്ളത്? ഈ ഒരു ടിപ്പണി എഴുതുന്ന സമയത്ത് നമ്മുടെ കവിയുടെ പേര്, അതുപോലെ കവിതയുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് വേണം കവിതയിലേക്ക് നമ്മൾ ഇറങ്ങാൻ. ഓക്കെ, യെസ്. അപ്പൊ നോക്കടാ, ജൻ ജൻ കാ ചേഹ്ര ഏക് ഗജാനൻ മാധവ് മുക്തിബോധ് കി ശ്രേഷ്ഠ കവിത ഹേ അല്ലേ. ആരുടേതാണ്? യെസ്, നമ്മുടെ ഗജാനൻ മാധവ് മുക്തിബോധിന്റെ അടിപൊളി കവിതയാണ്. कविता में कवि ने विभिन्न देश की शोषित पीड़ित जनता की एक रूपता दिखाए है. ഈ കവിതയിൽ എന്താണ്? യെസ്, എല്ലാ രാജ്യങ്ങളിലും എന്തുണ്ടാവും, അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഈ അടിച്ചമർത്തപ്പെടുന്ന ചൂഷണത്തിനിരയാവുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. യെസ്, അവരെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് അല്ലെ. യെസ്, അവരെല്ലാം ഒരുപോലെയാണെന്ന്. साथ ही अपने अधिकारों के लिए संघर्ष करने वाले जनता के प्रति संवेदनशीलता പ്രകട് കി ഹേ. അപ്പൊ എന്താണ്, ഇത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എന്താണ്, അടിച്ചമർത്തപ്പെടുന്ന ആളുകളുടെ എല്ലാവരുടെയും മുഖവും അതുപോലെ ഫീലിംഗും ഒക്കെ ഒരുപോലെയാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രചോദനമാണല്ലോ. അതായത് അവരുടെ അധികാരങ്ങൾ, അവകാശങ്ങൾ എന്ത് ചെയ്യണം, അവർ ചോദിച്ചു മേടിക്കണം അല്ലേ. യെസ്, പിന്നെ എന്താണ് പറയുന്നത്? കവി കെ അനുസാർ പൂരെ ഭൂഖണ്ഡ് കെ സമസ്ത ദേശ കി ജനത കി ചേഹ്ര ഏക് ഹേ. കവിയുടെ അഭിപ്രായത്തിൽ ഈ ഭൂഖണ്ഡത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും എല്ലാവരുടെയും മുഖം എന്താണ്? ചേഹ്ര ഏക്, ഒന്നാണ്. ഉനके दुख और वेदना के स्वरूप एक ही है. അവരുടെ വേദനയും വിഷമവും ഒക്കെ എന്താണ്, ഒരുപോലെയാണ്. दुख एवं वेदना से त्रस्त उनके चेहरे पर पड़ी हुई. ഈ വിഷമത്തിലൂടെ വേദനയിലൂടെ അവരുടെ മുഖത്ത് തെളിയുന്ന ഉണ്ടാകുന്ന ചുരിയോं का रूप एक है, ചുളിവുകളുടെ രൂപം വരെ ഒന്നാണ്. कवि ऐसा अनुभव कर रहा है मानो समस्त जनता अपनी लक्ष्य प्रति के लिए संपूर्ण ऊर्जा എന്താണ്, ലക്ഷ്യപ്രാപ്തി के लिए संपूर्ण ऊर्जा अपनी मुट्ठियों द्वारा संघर्षित है. അതായത് നമ്മളുടെ ലക്ഷ്യങ്ങൾ ഒന്നാണ്. ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള സമയത്ത് നമ്മൾ മുഷ്ടി ചുരുട്ടുന്നില്ലേ. യെസ്, അതിന്റെ ലക്ഷ്യം വരെ ഒന്നാണെന്നാണ് പറയുന്നത്. ആകാശ് में एक भयानक सितारा चमक रहा है. ആകാശത്ത് ഒരു ഭയാനകരമായിട്ടുള്ള ഒരു നക്ഷത്രം എന്ത് ചെയ്യുന്നുണ്ടാ, തിളങ്ങുന്നുണ്ട്. उसका रंग लाल है. यह हिंसा और प्रतिरोध की और संकेत कर रहा है जो दमन और अशांति के പ്രതീക. അപ്പൊ എന്താണ്, അതിന്റെ കളർ റെഡ് ആണ്. അതെന്താണ്, ഈ അടിച്ചമർത്തപ്പെടുന്ന ചൂഷണങ്ങൾക്ക് ഇരയാവുന്നവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് എന്താണ്, അതിനെതിരായിട്ടാണ് എന്ത്, അത് ജ്വലിക്കുന്നത്. ദെൻ ഗംഗ, ഇരാവതി, ആമസോൺ നദിयों की द्वारा मानव मन की वेदना के प्रकट करता है. देन अपने मानवीय अधिकारों के लिए संघर्ष है. അപ്പൊ എന്താ പറയുന്നത്, ഈ നദികൾ, ഒരുപാട് നദികളുടെ പേര് പറയുന്നുണ്ട്. അവരുടെയൊക്കെ ധാര എന്ന് പറയുന്നത് എന്താ, അവരുടെയൊക്കെ വേദന ഒരുപോലെയാണ്. അതിലൂടെ എന്താ, മനുഷ്യന്റെ വേദനയാണ് അവിടെ പ്രകടമാക്കുന്നത്. കവിതാമേ കവിനെ അത്യന്ത സശക്ത एवं रोचक ढंग से विभिन्न जातियों एवं संस्कृतियों बीच की एकरूपता दर्शाती है. കവി എന്താണ്, യെസ്, പലയിടങ്ങളിലെ ഒരുപാട് മനുഷ്യരുണ്ട്. ഏത് ജാതി ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ളവരായിക്കോട്ടെ, അവരുടെയൊക്കെ വേദനകൾ ഒരുപോലെയാണ്, പ്രശ്നങ്ങൾ ഒരുപോലെയാണെന്ന് പറയുന്നു. ऐसा प्रतीत होता है कवि शोषण तथा उत्पीड़न का शिकार जनता द्वारा अपने अधिकारों के संघर्ष का वर्णन कर रहा है. അപ്പൊ നമുക്ക് ഈ ഒരു കവിത വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഇതിലൊക്കെ ഒരുപോലെ പറയുന്നുണ്ട് അല്ലെ. അതായത് ഗ്രൂപ്പുകൾ ഒന്നാണ്, ദെൻ എന്താണ്, ധാര ഒരുപോലെയാണ്, ജനപ്രവാഹം ഒക്കെ എല്ലാം സെയിം ആണ് അല്ലെ. അപ്പൊ അതിലൂടെ എന്താണ് കവി എന്താ പറയാൻ ശ്രമിക്കുന്നത്, എല്ലാവരും ഒരുപോലെയാണ്, വേദനകള്, വിഷമങ്ങള് എല്ലാം അല്ലെ. അപ്പൊ ഈ അടിച്ചമർത്തപ്പെടുന്ന ചൂഷണത്തിന് ഇരയാവുന്നവളോട് എന്താണ്, അവർ പൊരുതണം അല്ലെ, അവരെല്ലാം ഒറ്റക്കെട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് എന്താ ഈ ഒരു കവിതയില് നിങ്ങളുടെ മുന്നിലേക്ക് കവി എത്തിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേടാ, സെറ്റ് അല്ലേടാ? യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഈ ചാപ്റ്റർ സെറ്റ് ആണ്. ഈ മാർക്ക് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അങ്ങ്
പിടിച്ചോ മക്കളെ? യെസ്, ഇനി ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് വരാം. യെസ്, ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ பார்க்கலாம்.